മമ്മൂക്കെ കാണുമ്പോഴത്തേനും എല്ലാവരും സ്റ്റാൻഡപ്പ് സിറ്റ് ഡൗൺ, സ്റ്റാൻഡപ്പ് സിറ്റ്, ഇതായിരുന്നു പരിപാടി. അത് മമ്മൂക്ക കയറി മുറിയിലേക്ക് പോവും, ഒരു 10 പ്രാവശ്യം ഇറങ്ങി വരുമല്ലോ അദ്ദേഹം. ആ 10 പ്രാവശ്യം ഇറങ്ങുമ്പോഴും അവിടെ ഇരിക്കണവർ എഴുന്നേക്കും ഇരിക്കും. അപ്പൊ ഞാനും അവിടെ ഇരിപ്പുണ്ട്. ഞാനൊരു 5 പ്രാവശ്യം എഴുന്നേറ്റു. പിന്നെ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ പിന്നെ വിചാരിച്ചു ഇനി എഴുന്നേക്കുന്നില്ല. ഞാൻ ആക്ച്വലി ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇപ്പം ഇറങ്ങാൻ പോകുന്ന 3 സിനിമയിലും ധ്യാനുണ്ട്. ഞങ്ങൾ 3 സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം ഇറങ്ങണ ബാഡ് ബോയ്സ് ആണ്, അത് കഴിഞ്ഞ മച്ചാന്റെ മലക, അത് കഴിഞ്ഞ വീടിയും മിന്നലും. ഈ സിനിമയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് ഒമർ ലുലു അല്ലേ? ഒരു സ്ത്രീയായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഒക്കെയാണ് വന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഇത് ഇവിടെ ഭയങ്കര കോമൺ ആണ് ഇൻഡസ്ട്രിയിൽ. മീ ടു ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്ത്രീകള് അങ്ങനെ സംസാരിക്കുന്നത് ഭയങ്കര കോമൺ ആയി മാറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ആൾക്കാർക്കും അതൊരു വളരെ ലൈറ്റായിട്ട് എടുത്ത പോലെ എനിക്ക് തോന്നിയത്. സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങൾ, സ്ത്രീകൾക്ക് പുരുഷന്മാരായിട്ടുള്ള ബന്ധങ്ങളെല്ലാം ഈ ലോകത്തിൽ ഇഷ്ടംപോലെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിപ്പോൾ സിനിമയിൽ മാത്രമല്ലല്ലോ, നമ്മളിപ്പോൾ ഏതൊരു ഫീൽഡ്, നമ്മളല്ലാതെ വീട്ടിലിരിക്കുന്ന വ്യക്തി ജീവിതത്തിൽ ഓരോ കുടുംബിനികളായിട്ടിരിക്കുന്നവരുടെ ലൈഫിൽ നോക്കിയാൽ പോലും അത് വളരെയധികം കോമൺ ആണ്. നിയമം എപ്പോഴും സ്ത്രീകളുടെ സൈഡാണെന്നൊക്കെ പറയും. എത്ര സൈഡാണെങ്കിലും അവിടെ മോശക്കാരിയാക്കപ്പെടുന്നത് ഇര എന്ന് വിളിക്കുന്ന ആ ഒരു വ്യക്തിയായിരിക്കും. ആണുങ്ങൾ എപ്പോഴും അങ്ങ് രക്ഷപ്പെട്ടൊക്കെ അങ്ങ് പോകും. ഇപ്പം എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിൽ പലരും പോകുന്നുണ്ട് അല്ലേ? അതിനെ അപ്പം ശരിയായിട്ട് കാണുന്നുണ്ടോ? അവരുടെ ഭാഗത്തുനിന്ന് അത് ശരിയാണ്, അതുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്. പൈസ തിരിച്ചു പിടിക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയായിരുന്നു. അങ്ങനെ തോറ്റിട്ട് പോകാൻ വന്നവനല്ല. അതെ, അതെന്നു വെച്ചാൽ 1.5 കോടിയാണ് ഒറ്റയടിക്ക് പോയത്. അങ്ങനെയാണ് നമ്മൾ ഷീ ടാക്സി എന്ന് പറഞ്ഞ പടം ചെയ്യുന്നത്. പക്ഷെ അതും നമ്മൾക്ക് ഒരു നഷ്ടം തന്നെയായിരുന്നു. സിനിമ വിജയമായിരുന്നു, പക്ഷെ അതിന്റെ ബഡ്ജറ്റ് കൂടിപ്പോയി. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. നമസ്കാരം. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ബി വിത്ത് രമ്യയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് എൻ്റെ നാട്ടുകാരിയായ നല്ല സുന്ദരിയായ ഒരാളാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള എനിക്കെന്നല്ല നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു ആളെ സ്ക്രീനിൽ കാണാനായിട്ടും. അതിനൊരു പ്രത്യേക ചന്തമാണ്. എന്ത് നല്ല കംപ്ലീഷനാണെന്ന് അറിയോ? മറ്റാരുമല്ല, എൻ്റെ നാട്ടുകാരി വളരെ സ്നേഹത്തോടെ ഷീലു എബ്രഹാം. ഒരു ആക്ടറാണ്, ഒരു പ്രൊഡ്യൂസറാണ്. അങ്ങനെ എല്ലാവരുടെയും മനസ്സിങ്ങനെ കീഴടക്കി വെച്ചിരിക്കുന്ന ഷീലു ആണ് ഇന്ന് ബി വിത്ത് രമ്യയിൽ എന്നോടൊപ്പം. ഷീലു, പുതിയ വിശേഷങ്ങളൊക്കെ അറിയാം. ഇപ്പൊ അടുത്തൊരു മൂവി ഓണം റിലേറ്റഡ് ആയിട്ട് റിലീസ് ചെയ്യാൻ നിൽക്കുന്നു. അതിന്റെ കാര്യങ്ങളും നമുക്ക് അതിന്റെ അവിടുന്ന് തന്നെ തുടങ്ങാം. ബാഡ് ബോയ്സിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ശരിക്കും ആ ചിത്രത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ ആദ്യം തന്നെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഷീലു ലൈഫിൽ കണ്ടിരിക്കുന്ന 3 ബാഡ് ബോയ്സ് ആരൊക്കെയായിരിക്കും? എബ്രഹാമിന്റെ പേര് പറയോ നോക്കട്ടെ. ഫസ്റ്റ് വൺ എബ്രഹാം മാത്യു, പിന്നെ എന്റെ ബ്രദർ, പിന്നെ എന്റെ മോൻ. ഞാൻ അച്ഛനെ മോനെ പ്രതീക്ഷിച്ചു എന്തായാലും. പിന്നെ 3ാമത് ആരുടെ പേര് പറയും എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു. അവരുടെ പേരും കൂടെ പറയും. മോന്റെ പേര് നീൽ എബ്രഹാം. നീൽ, NEIL. നീൽ. ഓക്കെ. നീൽ ആംസ്ട്രോങ്ങിന്റെ നീൽ. സുനിൽ. നീൽ. നീൽ. ബ്രദറിന്റെ പേര് സിബി എബ്രഹാം. ഓക്കെ. നിങ്ങൾ 2 പേരാണോ? ഞങ്ങൾ 2 പേരാണ്. ഓക്കെ. സിബി ഇപ്പൊ എന്ത് ചെയ്യണം? ഇപ്പൊ പ്രൊഫസറാണ്, സേക്രഡ് ഹാർട്ട് കോളേജ്. ഓക്കെ, ശരി. ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ. HOD അവിടുത്തെ. ഓക്കെ. അപ്പൊ ഒരു പ്രൊഫസറിന്റെ സിസ്റ്റർ ആണ്. ശരി. ഇനി നമുക്ക് എന്താ പറയാ, നമുക്ക് സിനിമയെ കുറിച്ച് ഇനി സംസാരിക്കാം. റിയൽ ലൈഫിലെ ബാഡ് ബോയ്സിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഈ സിനിമയിലെ ബാഡ് ബോയ്സ് ആരൊക്കെയാണ്, എങ്ങനെയുണ്ടായിരുന്നു അവരുമായിട്ടുള്ള ഒരു വർക്ക് എക്സ്പീരിയൻസ്, അതിനെ കുറിച്ച് പറയൂ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞങ്ങള് കുറേ ബാഡ് ബോയ്സ് ഉണ്ട് അതിനകത്ത്. ഒരു ടോട്ടലി നോക്കിയൊരു ക്രൗഡാണ് അതിനകത്ത്. ഈ സ്ത്രീക്ക് എന്ത് കാര്യം? ബാഡ് ബോയ്സിന്റെ കൂടെ ഒരു ബാഡ് ഗേൾ ആയിട്ട് ആണല്ലേ? അവരുടെ കൂടെയുള്ള ഒരു കമ്പാനിയൻ, അങ്ങനെയാണോ? ഓക്കെ. ആരൊക്കെയാണ് കൂടെ? അതില് റഹ്മാൻ സർ ആണ്, നമ്മുടെ റഹ്മാനിലെ സാറാണ്. പിന്നെ ബിബിൻ ജോർജ്, ആൻസൺ പോൾ, ധ്യാൻ ശ്രീനിവാസൻ, ബാബു ആന്റണി, സൈജു കുറുപ്പ് എന്ന് വേണ്ട, ഇനി പറയാൻ ഒത്തിരി പേര് വിട്ടു. ഒരു ബാഡ് ബോയുടെ പേര് പറഞ്ഞില്ല. സെന്തിൽ കൃഷ്ണ. ധ്യാന്റെ പേര് പറഞ്ഞില്ലല്ലോ. ധ്യാന്റെ പേര് ഞാൻ പറഞ്ഞു. ധ്യാൻ ശ്രീനിവാസൻ ഉണ്ട്. അയ്യോ, ഞാൻ കേട്ടില്ല, സോറി. ധ്യാനുണ്ട്. ഓക്കെ. അപ്പൊ എന്തുകൊണ്ടാണ് ഇവരെല്ലാം ബാഡ് ബോയ്സ് എന്ന് പറയാൻ കാരണം? അവര് ബാഡ് ബോയ്സ് ആണ് റിയലി. ഇതൊക്കെ കേക്കണ്ട റഹ്മാനിക്കും ഇവരാരും. അവര് ബാഡാണോന്ന് ചോദിച്ചാൽ ഗുഡാണ്, ഗുഡാണോന്ന് ചോദിച്ചാൽ ബാഡാണ്. എല്ലാരും അങ്ങനെയല്ലേ? അതെ. അപ്പൊ ഇവരിലെ ബാഡ് ആയിട്ടുള്ള എന്തൊക്കെയാണ്, എന്താണ് ഇവരിലെ ബാഡ് ആയിട്ട് ഷീലു കാണുന്നത്?
നത്തിങ് ഇസ് ബാഡ് ആക്ച്വലി. ഞാൻ ആക്ച്വലി ഒന്നിനെയും ബാഡായിട്ട് കാണാത്ത ഒരാളാണ്. ഞാൻ എല്ലാത്തിനെയും എന്താണ് നല്ല ആ രീതിയില് ഒരു നമ്മൾ ആഫ്റ്റർ ഓൾ എല്ലാവരും ഹ്യൂമൻ ബീങ്സ് അല്ലേ, അതെ. നമ്മൾ എല്ലാവരിലും നല്ലതും ചീത്തയും നല്ലതും ഉണ്ടാവും. ചീത്തയൊക്കെ ഉണ്ട്. അതിനെ തീർച്ചയായിട്ടും. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക ആസ് ഇറ്റ് ഈസ്, അങ്ങനെ കാണുന്ന ഒരാളാണ്. എനിക്ക് ഓക്കെ. ഒന്നും എൻ്റെ ലൈഫിൽ ഒരാൾ ചെയ്യുന്നതിന് ഒന്നിനെയും ഞാൻ ബാഡായിട്ട് കാണാറില്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഞാൻ ചില സ്ഥലങ്ങളിൽ ഞാൻ പബ്ലിക് ബാഡാന്ന് പറയുന്നവരുടെ കൂടെ നിന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അത് എന്ന് വെച്ചാൽ എല്ലാവരും ഒരു ബാഡ് എന്ന് പറയുന്നതിലും ഒരു ഗുഡ് അവർക്കുണ്ടാവും. അങ്ങനെയുള്ള ഒരാളുടെ ഒരു പേര് പറയാമോ? ഇല്ലില്ല, പറയില്ല. ബുദ്ധിമുട്ട് ആണോ? എന്നാ വേണ്ട. ഓക്കെ. ഓക്കെ. അപ്പൊ അവരില് മറ്റുള്ളവരെല്ലാരും ഒരുമിച്ച് നിന്ന് ഒരാൾക്ക് ഒരാളെ against നിൽക്കുമ്പോ എഗനിസ്റ്റ് നിൽക്കുമ്പോൾ ഞാൻ അവരുടെ കൂടെ നിന്നിട്ടുണ്ട് ചില ഓക്കെ. സ്ഥലങ്ങളിൽ. അതുകൊണ്ട് അങ്ങനെ ഷീലു കൂടെ നിന്നതുകൊണ്ട് അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക? ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അവരെ ഒരു കൂട്ടമായിട്ടിരുന്ന് ആക്രമിക്കുന്ന ഒരു സമയത്ത് അവർക്ക് കിട്ടുന്ന ഒരു റിലീഫ്, ഓക്കെ. അത്രേ ഉള്ളൂ. ഓക്കെ. ഒരാളെങ്കിലും എനിക്ക് വേണ്ടി സംസാരിക്കാനുണ്ടല്ലോ പക്ഷെ എന്നുള്ള അവര് തീർച്ചയായിട്ടും അവര് ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്ന് മനസ്സിലാക്കുന്നതേ ഇല്ലേ? അല്ല, ശരിയോ തെറ്റോ ആയിക്കോട്ടെ, എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ ശരിയും തെറ്റും ഒക്കെ. അവര് ചെയ്യുന്ന ഒരു തെറ്റിൽ അവർക്കൊരു ശരിയുണ്ടാവും. ഓക്കെ. പക്ഷെ ചില തെറ്റുകൾ ഏതൊരു വ്യക്തിയും തെറ്റ് ചെയ്യുന്നത് അവർക്കൊരു ശരിയുള്ളത് കൊണ്ടായിരിക്കും. ഓക്കെ. പക്ഷെ എന്നും പറഞ്ഞിട്ട് ഞാൻ ക്രിമിനൽസിനെ സപ്പോർട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ആസിഡ് കോരി ഒഴിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യണമെന്നോ അതൊന്നും അല്ല എന്നെ ഉദ്ദേശിച്ചത്. മനസ്സിലായി. അതല്ലാതുള്ള നമ്മുടെ ലൈഫിലെ ചില കാര്യങ്ങൾ ഞാൻ അതാ ചോദിക്കാൻ വന്നത്. കാരണം ചിലവരുടെ തെറ്റ് അവർക്ക് ശരിയാന്ന് പറഞ്ഞാൽ പോലും നമ്മൾക്കൊരു മെജോറിറ്റി ആൾക്കാർക്ക് അത് വലിയ തെറ്റ് തന്നെയാണ്. പക്ഷെ അത് എന്നാന്ന് ചോദിച്ചാൽ ഈ മജോറിറ്റി ആൾക്കാർ ഈ തെറ്റിനെ മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നതിന്റെ ഒരു കുഴപ്പമാണത്. അതായത് ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ മറ്റേ വലിയ തെറ്റുകളെയൊക്കെ മാറ്റി വയ്ക്കും, അതിനെയൊക്കെ വിട്. അതല്ലാതുള്ള ചെറിയ ചെറിയ കാര്യങ്ങളില്ലേ, ഇപ്പം ഓൺലൈനിൽ കുറെ പേര് ഇപ്പം സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് ചെയ്യുന്ന ഒരു ചെറിയ കാര്യത്തിനായിരിക്കും. പക്ഷെ അതില് എന്താ പറയുക, കൂട്ടമായിട്ടൊരു ഒരു തെറ്റാണെന്ന് പറയുന്നത് ഓക്കെയാണ്, നല്ലതാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവരെ ജീവിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അവരെ ആക്കുന്നുണ്ട്. ഈ നമ്മുടെ സമൂഹത്തില് അവർക്ക് പിന്നെ നിലനിന്ന് പോവാൻ പറ്റാത്ത രീതിയിൽ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് അങ്ങനെ ആക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. തെറ്റ് ചൂണ്ടിക്കാട്ടുക, അത് കഴിഞ്ഞു, അവർക്കത് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ എല്ലാവരും തെറ്റ് ചെയ്യുന്നില്ലേ? അതെ. പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ പലരുടെയും കൂടെ, ഒരാളുടെ കൂടെ അല്ല, പലർക്കും സപ്പോർട്ടായിട്ട് ഇപ്പൊ ഷീലു നിന്നിട്ടുണ്ട്. അങ്ങനെ നിന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്റെ മനസ്സുകൊണ്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇത് ഇവരെ അറ്റാക്ക് ചെയ്യുന്ന ഓവറായിട്ടാണല്ലോ, അത്ര ആവശ്യമുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും തിരിച്ച് അവരുടെ ഭാഗത്തു നിന്ന് നമ്മൾ കൂടെ അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നതിന്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ഒരു സ്നേഹം, അല്ലെങ്കിൽ അവർ പിന്നീട് നന്നായിന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ ഇതിന്റെ ഈ സിനിമയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് ഒമർ ലുലു അല്ലെ? അദ്ദേഹത്തെ കുറിച്ചും വളരെ ഈയിടെയൊക്കെ വളരെ മോശമായിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ചുള്ള അഭിപ്രായം എങ്ങനെയാ? ഗുഡ് ആണോ, ബാഡ് ആണോ, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനത്തെ ന്യൂസ്? ഓക്കെ, ഇപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി എൻ്റെ അടുത്ത്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചും ഇത്തരത്തിലുള്ള ഒരു ഒരു എന്താ പറയാ, നമുക്കൊരു ഒരു സ്ത്രീയായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഒക്കെയാണ് വന്നത്. അപ്പം ഷീലും ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഇങ്ങനത്തെ ഒരു ഡയറക്ടറിന്റെ കൂടെ നമ്മൾ ഇങ്ങനൊരു ന്യൂസ് കേട്ടതാണ്, നമുക്കറിയില്ല സത്യമോ ഫേക്കോ എന്നൊക്കെ. പക്ഷെ അങ്ങനെ അപ്രോച്ച് ചെയ്തപ്പം ഓക്കെ, ഈ പുള്ളിയുടെ സിനിമ നമ്മൾ ഇനി പ്രൊഡ്യൂസ് ചെയ്യണോ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ സിനിമയിൽ ഞാൻ അഭിനയിക്കണോ, അങ്ങനെ എപ്പോഴെങ്കിലും ഒരു അദ്ദേഹത്തിന്റെ വന്ന ഒരു ഇപ്പൊ ഈയിടെ സംഭവിച്ച ഒരു കോർട്ട് ഇഷ്യൂനെ പറ്റിയല്ലേ സംസാരിച്ചത്? നമ്മുടെ സിനിമ അതിനൊക്കെ എപ്പോഴോ മുമ്പേ തുടങ്ങിയതാണ്. ഓക്കെ. നമ്മുടെ സിനിമ തുടങ്ങി നമ്മുടെ ഷൂട്ട് ഓൾമോസ്റ്റ് ഒരു 25 ഡേയ്സ് ആയപ്പോഴാണ് ഈ ഒരു ഇഷ്യൂ സംഭവിക്കുന്നത്. അതായത് നമ്മൾ അറിയുന്നത് അപ്പോഴാണ് ഈ കേസ് നടക്കുന്നത്. അപ്പം അതിനുശേഷം നമ്മൾ ആസ് യൂഷ്വൽ ഒരു ഷെഡ്യൂൾ ആവുന്ന ഒരു സമയമായിരുന്നു, ഒരു 10 ദിവസം സിനിമ ഷെഡ്യൂൾ ആയിരുന്നു. അത് ഇത് പ്രമാണിച്ചല്ല, ഡേറ്റിന്റെ ഇഷ്യൂ വന്നിട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഷൂട്ട് റീസ്റ്റാർട്ട് ചെയ്തു. അദ്ദേഹത്തിന് അത് കോർട്ടിൽ കൂടെ അതിന്റെ നിയമപ്രകാരമുള്ള നടപടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു സൈഡിൽ കൂടെ ഇപ്പോഴും. നമ്മൾ അതിനെപ്പറ്റി ബോധേഡല്ല. ഞാൻ അദ്ദേഹമായിട്ട് വളരെ ഫ്രണ്ട്ലിയാണ്. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു ന്യൂസ് വന്നപ്പം അത് എങ്ങനെയെങ്കിലും നമ്മുടെ സിനിമയെ ബാധിക്കോ, നിങ്ങളുടെ ഷൂട്ടിങ്ങിനെ ബാധിക്കോ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോ? അല്ല, അന്നേരം തോന്നിയിരുന്നു നമുക്ക് അതിന് എന്തെങ്കിലും ഒരു കോർട്ടിൽ നിന്ന് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയില്ല എങ്കിൽ ചിലപ്പം അദ്ദേഹം റിമാൻഡ് ആകുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ കുറച്ച് നാളത്തേക്ക് ഷൂട്ടിനെ ബാധിക്കുമല്ലോ. പിന്നെ എന്താ പറയാ, സിനിമ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഒരു അതിനെ ചൊല്ലി ഇപ്പൊ ഡയറക്ടർ ഇങ്ങനെയാണ് എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ചീത്ത അഭിപ്രായങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ടാവാം. പക്ഷെ ഈ പ്രാവശ്യം അദ്ദേഹത്തിന് വന്ന ആ ഒരു സംഭവത്തിന് അങ്ങനെ വലിയൊരു ന്യൂസ് അങ്ങനെ വലിയ ആൾക്കാർ അറ്റാക്ക് ചെയ്ത് കണ്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഇത് ഇവിടെ ഭയങ്കര കോമൺ ആണ് ഇൻഡസ്ട്രിയിൽ. മീറ്റു ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്ത്രീകള് അങ്ങനെ സംസാരിക്കുന്നത് ഭയങ്കര കോമൺ ആയി മാറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ആൾക്കാർക്കും അതൊരു വളരെ ലൈറ്റ് ആയിട്ട് എടുത്ത പോലെ എനിക്ക് തോന്നിയത്. പണ്ട് സംഭവിച്ച പോലുള്ള ഒരു ഭയങ്കര ഒരു ടോക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല.
ഓ, ഓക്കെ. അപ്പൊ അത് ഒരു രീതിയിലും നമ്മുടെ ഷൂട്ടിംഗ് ഷെഡ്യൂളിനെ ഒരിക്കലും അങ്ങനെയൊന്നും ബാധിച്ചിട്ടില്ല. ബാധിച്ചിട്ടില്ല. ഇല്ലില്ല. ഓക്കെ. അല്ല, അപ്പൊ അപ്പൊ ഞാനതിൽ അദ്ദേഹം കൂട്ടാണോ പാടാണോ അങ്ങനെയൊന്നും ഞാൻ അതിനെ അങ്ങനെ കാണുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങൾ, സ്ത്രീകൾക്ക് പുരുഷന്മാരോടുള്ള ബന്ധങ്ങളെല്ലാം ഈ ലോകത്തിൽ ഇഷ്ടംപോലെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിപ്പോൾ സിനിമയിൽ മാത്രമല്ലല്ലോ, നമ്മളിപ്പോൾ ഏതൊരു ഫീൽഡ്, നമ്മളല്ലാതെ വീട്ടിലിരിക്കുന്ന വ്യക്തി ജീവിതത്തിൽ ഓരോ കുടുംബിനികളായിട്ടിരിക്കുന്നവരുടെ ലൈഫിൽ നോക്കിയാൽ പോലും അതെ, എല്ലായിടത്തും അത് ബന്ധങ്ങളുണ്ട്. വളരെയധികം കോമൺ ആണ്. തീർച്ചയായിട്ടും. അതെ, സിനിമയിലെ കാര്യം അത് ജനങ്ങൾ പബ്ലിക് അറിയുന്നു അറിയുന്നു. എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ ഒരു അതെ, യാഥാർത്ഥ്യം. അതാണ് അതെ. പിന്നെ അല്ലേ? അത് അറിയുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഉം, അറിയിക്കുന്നതാണ്. ഉം, ഒരു സർട്ടൺ സിറ്റുവേഷൻ വരുമ്പോൾ അവർ ഭയങ്കര ഇഷ്ടത്തിലിരുന്ന രണ്ടുപേര്, ഒരുപക്ഷെ ഒരു 1.5 2 years ഉള്ള ഒരു ബന്ധമായിരിക്കാം. അത് ഇഷ്ടത്തിലിരുന്നവർ തമ്മിൽ ഇഷ്ടക്കേട് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റിന് ഒരു വ്യത്യാസം വരുമ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഭിപ്രായ വ്യത്യാസം വരുമ്പോ അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തി അവരുടെ സ്നേഹത്തിന്റെ ഒരു ആഴമായിരിക്കും ഒരുപക്ഷെ ഒരാളെ ചീറ്റ് ചെയ്തു എന്ന് ഒരാൾക്ക് തോന്നുമ്പോൾ തോന്നുമ്പോ ഓക്കെ. അവർ ചെയ്യുന്ന ഒരു പകപോക്കലായിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഓ, എൻ്റെ അഭിപ്രായത്തിൽ നിന്ന്. ഓ, അപ്പം അത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഗുണം ഉണ്ടാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇല്ല. ഓക്കെ. അത് സ്ത്രീകൾ, പെൺകുട്ടികളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഓരോ ബന്ധത്തിൽ പോകുമ്പോൾ അത് എങ്ങനെ എത്രത്തോളം നമ്മൾ അതിനെ സീരിയസ് ആയിട്ട് കൊണ്ടുപോകുന്നു എന്നും, അതിനകത്തുനിന്ന് ഒരു തകർച്ച ഉണ്ടായാൽ അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു മെന്റൽ കപ്പാസിറ്റി കൂടെ ഉണ്ടായിട്ട് വേണം ഇതിലേക്കൊക്കെ പോകാൻ. ഓക്കെ. അല്ലാതെ ഒരിക്കലും വിചാരിക്കില്ല നമ്മൾ ഒരു വ്യക്തി നമ്മൾ മരിക്കുന്നിടം വരെ ഉണ്ടാവും, ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാണ്ട് കമ്മിറ്റ്മെന്റിന് ഒരു കേടുപാട് സംഭവിക്കാതെ പോകുമെന്ന് വിചാരിച്ചിട്ട് ഒരു ബന്ധത്തിലും പോകരുത്. ഓക്കെ. പിന്നെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടും ഒരു ബന്ധത്തിലേക്ക് പോകരുത്. പോവരുത്. അതെന്ത് കാര്യസാധ്യം ആയിക്കോട്ടെ, ഞാൻ സിനിമേനെ മാത്രമല്ല ഉദ്ദേശിച്ചത്, ഓക്കെ. എന്ത് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടും ഒരു റിലേഷൻഷിപ്പിലേക്ക് ഒരിക്കലും പോകരുത്. പോവരുത്. അത് പോയാൽ വരുന്ന പാളിച്ചകളാണ് നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ കളഞ്ഞുകൊണ്ട് നമ്മൾ ജനങ്ങളുടെ മുന്നിൽ നിൽക്കേണ്ടതായിട്ട് വരും. ഈ ജനങ്ങൾ തന്നെ നമ്മളെ ചെളിവാരി എറിയും. അത് ആണിനെ ആയിക്കോട്ടെ പെണ്ണിനെ ആയിക്കോട്ടെ. അതുകൊണ്ട് ഗുണം നമുക്ക് കിട്ടുന്നില്ല. ഗുണം കിട്ടുന്ന ആർക്കാണ്? പബ്ലിക്കിന് സംസാരിക്കാനുള്ള ഒരു അവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ നിയമം എപ്പോഴും സ്ത്രീകളുടെ സൈഡാണെന്നൊക്കെ പറയും. എത്ര സൈഡാണെങ്കിലും അവിടെ മോശക്കാരിയാക്കപ്പെടുന്നത് ഇര എന്ന് വിളിക്കുന്ന ആ ഒരു വ്യക്തിയായിരിക്കും. ആണുങ്ങൾ എപ്പോഴും അങ്ങ് രക്ഷപ്പെട്ടൊക്കെ അങ്ങ് പോവും. ആണുങ്ങൾ അങ്ങനെയാണ്, അവർക്ക് എത്ര റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പം ഞാൻ പറയുന്നത്, ഇതൊക്കെ തെറ്റ് ശരി ഒന്നും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അതെല്ലാം തെറ്റാണ്, എല്ലാം ശരിയാണോ എന്ന് വെച്ചാൽ ശരിയാണ്, എല്ലാം അവരുടെ സൈഡിൽ നിന്ന്. പക്ഷെ ബി കെയർഫുൾ, സ്ത്രീകൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഷീലു പറഞ്ഞു വെച്ചിട്ട് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇപ്പം എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിൽ പലരും പോകുന്നുണ്ട് അല്ലേ? അതിനെ അപ്പം ശരിയായിട്ട് കാണുന്നുണ്ടോ? അവരുടെ ഭാഗത്തുനിന്ന് അത് ശരിയാണ്, അതുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ അതും ശരിയെന്ന് തന്നെ അവരുടെ സൈഡിൽ നിന്ന് അത് ശരിയാണ്. ഇപ്പം എന്നോട് എൻ്റെ പേഴ്സണൽ ഇത് ചോദിച്ചാൽ ഞാൻ ചിലപ്പം അല്ലാന്നായിരിക്കും പറയണേ. ഓക്കെ. പക്ഷെ അത് ചെയ്യുന്നവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. അവരുടെ ഭാഗത്തൊരു ശരി ഉണ്ടാവുമല്ലോ. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കാണാത്തത്? ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പം ചിലപ്പോൾ അത് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഇപ്പം ചെയ്യത്തില്ലായിരിക്കും. ചിലപ്പോൾ 10 കൊല്ലം കഴിഞ്ഞ് ചെയ്യുമെന്ന് വെച്ചാൽ ചിലപ്പോൾ ചെയ്യുമായിരിക്കും. ഇതെല്ലാം നമ്മൾ ലൈഫിൽ നമ്മുടെ സാഹചര്യങ്ങളാണ്. ഉറപ്പായിട്ടും സാഹചര്യങ്ങൾ. അവരങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ മാരേജ് ലൈഫിൽ എന്തെങ്കിലും പാളിച്ച ഉണ്ടാവും, അല്ലെ അവരുടെ സങ്കല്പത്തിനൊത്ത ആളായിരിക്കില്ല കൂടെ ഉള്ളത്. അതല്ലാണ്ട് ചിലർക്ക് ലസ്റ്റ് മൂലം പോകുന്നവരുണ്ടാവും. ഇതെല്ലാം അവരുടെ പ്രശ്നമല്ലേ? നമ്മൾ അതിനെ കുറ്റം പറയാൻ നമ്മളാരാണ്? മനുഷ്യര്. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്, അത്രേ ഉള്ളൂ. മനുഷ്യൻ ജനിക്കുന്നത് ഇതെല്ലാമായിട്ടാണ്. എല്ലാ ഇമോഷൻസിന്റെയും ഒരു പീക്കിലും അതിൻ്റെ ഏറ്റവും ലോവർ ലെവലിലും എല്ലാം മനുഷ്യൻ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ പീക്കിലൊക്കെ ലാസ്റ്റിന്റെ പീക്കിലെത്തുമ്പോൾ അവർ ചിലപ്പോൾ ഒരു അഫെയറിലേക്ക് പോകും. കുറച്ച് കഴിയുമ്പോൾ അത് മനസ്സിലാവും, ഇത് തെറ്റുപറ്റിപ്പോയി. അപ്പോൾ അതിൽ നിന്ന് പുറത്തു ചാടാനുള്ള തത്രപ്പാടായിരിക്കും. അപ്പം ഇതിനെല്ലാം എന്തിനാണ് നമ്മൾ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്തിരുന്ന് കുറ്റം വിധിക്കാനോ അതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യമുള്ള കേസ് അല്ലത്. അതെല്ലാം ഓരോ ഇൻഡിവിജ്വലിന്റെ ഒരു ഫ്രീഡമാണ്. അത് ചെയ്തോട്ടെ, അതിനെന്താണ്? അത്ര ഞാൻ പറയുന്നുള്ളൂ. എന്റെ വീട്ടിലേക്ക് വന്ന് എന്റെ ഭർത്താവിന്റെ അടുത്ത് വരരുത്, എന്റെ അടുത്ത് വരരുത്, അത്രേ ഉള്ളൂ. ബാക്കി അവരുടെ ഇഷ്ടം. ഇനി അത് എന്റെ അടുത്തേക്ക് വരണോ, നോ പ്രോബ്ലം, വന്നു, അതിന്റെ മറുപടി ഞാൻ കൊടുക്കും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ അതിനെ അയ്യോ ഇത് വലിയ സംഭവമാണ്, അയ്യോ അവര് ഭയങ്കര അഫെയറിൽ പോയി, അല്ലെ അയ്യോ ഇത് അങ്ങനെ സംഭവിച്ചു കേട്ടോ, ഇന്ന കുട്ടീനെ ബലാത്സംഗം ചെയ്തു കേട്ടോ. ബലാത്സംഗം ചെയ്യുന്നത് തെറ്റാണ്. ആ കുട്ടി ഇഷ്ടത്തോടെ പോയിട്ടുണ്ടെങ്കിൽ അതെന്താ തെറ്റിരിക്കണേ? അത് ആ കുട്ടിയുടെ ഇഷ്ടമല്ലേ? അത് പോയി കഴിഞ്ഞ് ഒരു 10-100 പ്രാവശ്യം പോയി കഴിഞ്ഞേച്ച് എന്നെ ബലാത്സംഗം ചെയ്യുന്നു എന്ന് പറയുന്നത് ആ കുട്ടിയുടെ കൂടെ ഞാൻ നിൽക്കില്ല. ഇത്രയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്ന ഒരു കാര്യവും. അതല്ലാണ്ട് ബലാത്സംഗം ചെയ്താൽ അത് തെറ്റാണ്, അവനെ അപ്പോഴേ കൊല്ലണം.
മനസ്സിലായി. ഞാൻ എന്റെ തിങ്കിങ് എന്താന്ന് മനസ്സിലായി. മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഒരു കുട്ടീനെ എസ്പെഷ്യലി കൊച്ചു കുട്ടികളോട് ചെയ്യുന്നത്, മുതിർന്നവരെ ബലാത്സംഗം, ഇപ്പൊ പ്രായമായ സ്ത്രീകളെ ബലാത്സംഗം വീട്ടിൽ കയറി ചെയ്യുന്നുണ്ട്, 70 വയസ്സായ അമ്മൂമ്മമാരെ വരെ അവരെയൊക്കെ പിന്നെ നിയമം 6 മാസത്തിനുള്ളിൽ തന്നെ നടപടിയെടുത്ത് അതിന്റെ ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണമെന്നേ ഞാൻ പറയുള്ളൂ. അതല്ലാതെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അഫെയർ വെക്കുവോ, അവര് കറങ്ങാൻ പോവോ, അവര് ഹോട്ടലിൽ താമസിക്കുവോ, ഇതെല്ലാം അവരവരുടെ ഇഷ്ടമാണ്. അതിനകത്ത് നമ്മളാരും ഒന്നും പറയേണ്ട ആവശ്യമില്ല. ലെറ്റ് ദം സഫർ, ലെറ്റ് ദം എൻജോയ്, അത്രേ ഉള്ളൂ. മനസ്സിലായോ ഞാൻ പറഞ്ഞേ? വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. വളരെ ക്ലാരിറ്റിയോട് കൂടി തന്നെയാണ് ഷീല നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കണ ഒരു കാര്യം. ഇനി നമുക്ക് നമ്മുടെ ചിത്രത്തിലേക്ക് വരാം. ഒരു കാലത്ത് റഹ്മാൻ എന്ന് പറഞ്ഞ ഒരു ആക്ടർ, അത് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു അങ്ങനെ ഒരു ഇതില്ല. ലേഡീസ് ആണെങ്കിൽ വേറൊരു രീതിയിലാണ് റഹ്മാൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ആ ഒരു സ്റ്റാറിനോടുള്ള ഒരു അട്രാക്ഷൻ, ബോയ്സിനാണെങ്കിലും അവന്റെ ആ ഒരു സ്റ്റൈൽ, അതേപോലെ ഒരു സ്റ്റൈൽ വെക്കണം, അങ്ങനെ എല്ലാവരും അഡ്മയർ ചെയ്തിരുന്ന ഒരു ആക്ടർ ആയിരുന്നു റഹ്മാനിക്ക. ഇന്നിപ്പോ പിന്നീട് തിരിച്ചു വന്ന് പല പല ക്യാരക്ടർ റോളുകളിലൂടെ ട്രാവൽ ചെയ്യുമ്പോഴും അദ്ദേഹത്തിന്റെ ഒരു ആക്ടിങ്ങും ആ ഒരു ഒരു ശരിക്കും നല്ല ഒരു, നമുക്ക് എന്താ പറയാ, സ്ക്രീനിൽ കാണുമ്പോഴും അല്ലാതെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന ഒരാള് തന്നെയാണ്. ഷീലുവിന്റെയും കോളേജ് ടൈമിലൊക്കെ റഹ്മാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു തരംഗം, ആ ഒരു സമയമായിരുന്നല്ലോ. അപ്പൊ ഇന്നിപ്പോ നേരിട്ട് കാണുന്നു, അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യണു, ആ ഒരു എക്സ്പീരിയൻസ് അത് സത്യത്തിൽ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. എനിക്ക് അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റി. ഞാൻ അദ്ദേഹത്തിന്റെ ഹീറോയിനായിട്ടാണ് ഇതിൽ അഭിനയിക്കണേ. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് ഒരു ഭയങ്കര ഒരു, എന്താ പറയാ, ഡ്രീം കം ട്രൂ എന്നൊക്കെ പറഞ്ഞ പോലെ അദ്ദേഹത്തെ നേരി കാണാൻ പറ്റിയതും അങ്ങനെയൊക്കെ. പക്ഷെ അദ്ദേഹം ആക്ച്വലി മലയാളത്തിൽ ഒരുപാട് പ്രോജക്ട്സ് ചെയ്യുന്നില്ല. അപ്പം അദ്ദേഹം ഭയങ്കര ചൂസി ആയിട്ട് ഒരുപാട് കഥകളൊക്കെ കേട്ടിട്ട് അങ്ങനെയാണ് അദ്ദേഹം ചെയ്യുന്നുള്ളൂ. അദ്ദേഹം കൂടുതൽ തമിഴ് ആൻഡ് തെലുഗു കോൺസെൻട്രേറ്റ് ചെയ്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഈ ഒരു സിനിമ ചെയ്യാം എന്ന് തീരുമാനിക്കുന്നതും ഇതിലെ നമ്മുടെ ഒരു പ്രോജക്റ്റിലേക്ക് വരുന്നതൊക്കെ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹത്തെ ഞങ്ങൾ വെൽക്കം ചെയ്തതും. അദ്ദേഹം ആദ്യം ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ അദ്ദേഹം ഭയങ്കര ചൂസി ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് എനിക്ക് അങ്ങനെ തോന്നിയത്, അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും ഒക്കെ. പക്ഷെ 2 ദിവസം അദ്ദേഹം കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു സെറ്റിലൊക്കെ വന്നു. അല്ല, വേണോ വേണ്ടയോ എന്നല്ല, എല്ലാവരും ഒക്കെ ആയിട്ടൊന്ന് മിങ്കിൾ ചെയ്ത് കുറച്ചൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഊട്ടി ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിച്ച കുട്ടികൾ വന്നിട്ട് നമ്മുടെ ഇവിടുത്തെ ലോക്കൽ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച എങ്ങനെയാവും, അതേപോലെ അദ്ദേഹമായി മാറി. അദ്ദേഹം ഒരു ഊട്ടിന്ന് ഒരു ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് നിന്നിട്ട് പെട്ടെന്ന് ലോക്കൽ സ്കൂളായി മാറുന്ന പെട്ടെന്ന് തന്നെ അദ്ദേഹം ബാഡ് ബോയ് ആയി മാറി. ഭയങ്കര ഗുഡ് ബോയ് ആയിട്ടാ വന്നത്. 2 ദിവസം കൊണ്ട് അദ്ദേഹത്തിന് ഞങ്ങള് ബാഡ് ബോയ് ആയി മാറി. അതിൽ മെയിൻ പങ്ക് വഹിച്ചത് എനിക്ക് തോന്നുന്നു ബിബിൻ ജോർജ് ആണ്. ബിബിൻ ജോർജ്, സെന്തില്, ആൻസന്, അവരെല്ലാടെ കൂടി അവര് ഓൾറെഡി ബാഡ് ബോയ് ആയിരുന്നു. അവര് പുള്ളിനെയും കൂടെ ആക്കിയെടുത്ത്. ഇനി നമുക്ക് ധ്യാനിലേക്ക് എത്താം. എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ എല്ലാവരുടെയും സൂപ്പർ താരമാണല്ലോ ധ്യാൻ. സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, എല്ലാവർക്കും ഇഷ്ടമാണ് ധ്യാന്റെ വിശേഷങ്ങൾ കേൾക്കാനും അറിയാനും ഒക്കെ. ഈ ഒരു സിനിമയിലും ധ്യാൻ ശ്രീനിവാസന്റെ കൂടെയുള്ള ആ ഒരു എക്സ്പീരിയൻസ് അതെങ്ങനെയുണ്ടായിരുന്നു? ധ്യാൻ ആക്ച്വലി ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ധ്യാനെ ശരിക്കും എനിക്ക് അങ്ങനെ വേറെ ഒരു സിനിമയിൽ, പിന്നെ ഞങ്ങളുടെ എല്ലാ സിനിമയിലും ഇപ്പം ഇറങ്ങാൻ പോകുന്ന 3 സിനിമയിലും ധ്യാനുണ്ട്. ഞങ്ങൾ 3 സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം ഇറങ്ങണ ബാഡ് ബോയ്സ് ആണ്, അത് കഴിഞ്ഞ മച്ചാന്റെ മലക, അത് കഴിഞ്ഞ ഇടിയും മിന്നലും. 3 സിനിമയിലും എല്ലാത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. എല്ലാം റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, 1 by 1 ആയിട്ട് റിലീസ് ചെയ്യാനായിട്ട്. അപ്പൊ എല്ലാ മൂവിയിലും ധ്യാൻ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എല്ലാ മൂവിയിലും ധ്യാൻ ഏത് ക്യാരക്ടറും ചെയ്യും, രസമായിട്ട് ചെയ്യുന്ന ആളാണ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ പടത്തിൽ എല്ലാ പടത്തിലും ധ്യാനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ധ്യാൻ ഭയങ്കര പാവമാണ്, ജാടയൊന്നുമില്ല. നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ ധ്യാന് നമ്മളോട് നോ അങ്ങനെ പറയാറില്ല. ധ്യാന് സമയമില്ല, ഡേറ്റ് ഇല്ലാത്ത ഡേറ്റ് ഉണ്ടാക്കി ധ്യാൻ വരും. അപ്പൊ അങ്ങനെയുള്ളവരല്ലേ നമ്മൾ പരിഗണിക്കണ്ടേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മളുടെ കൂടെ നിൽക്കുന്ന ആളെയാണ് നമ്മള് ഇത് ചെയ്യുന്നത്. അപ്പം ധ്യാൻ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ എല്ലാ പടത്തിലും എന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് റീസൺ. ഞങ്ങൾക്ക് ധ്യാനെ ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ധ്യാന്റെ സ്വഭാവം കൊണ്ട് തന്നെ ഭയങ്കര പാവം, നല്ലൊരു മനുഷ്യൻ. എനിക്ക് വയ്യ, ഞാൻ പറയും ഞാൻ ഉണ്ടായിരുന്നു പറഞ്ഞത് എന്നെ വേണ്ട രീതിയിലേക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. അല്ല, ധ്യാനില്ലാതെ ഞങ്ങൾക്കൊരാഘോഷമില്ല. അപ്പൊ അത് സിനിമയിൽ ധ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കും, ഞങ്ങളുടെ എല്ലാ പടത്തിലും ധ്യാൻ വേണം എന്ന് ആഗ്രഹിക്കും. അപ്പം ഇപ്പൊ ധ്യാൻ ചെയ്യേണ്ട ക്യാരക്ടർ വേറൊരാൾ ചെയ്താൽ അവിടെ ഒരു മഹത്വം വരുമെന്ന് ഞാൻ വിശ്വസിക്കണില്ല. അത്രേ ഉള്ളൂ അതിനകത്തെ കാര്യം. അപ്പം അതിനെ അങ്ങനെ ഞാൻ കാണുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ബന്ധങ്ങൾക്ക്
ഭയങ്കര വില കൊടുക്കുന്നു. സിനിമ അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കണേ. എല്ലാ സിനിമകളും അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കണേ. അല്ലാതെ നിങ്ങൾ വിചാരിക്കല്ലേ ഇത് കറക്റ്റ് കാസ്റ്റിംഗ് ആണ്, ഇന്നയാളെ കറക്റ്റ് കൊണ്ടുവന്നിട്ട്, ഇങ്ങനൊന്നും അല്ല. എല്ലാ സിനിമയിലും ഒരു ബന്ധങ്ങളുണ്ടാവും. നിങ്ങളുടെ സിനിമ പ്രൊഡക്ഷൻ അബാം എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനിയിൽ വരുന്ന ഓരോ മൂവീസിന്റെ ഇതിനകത്തും ഈ ഒരു കാസ്റ്റിംഗ് ഇതിലേക്ക് വരുമ്പോൾ എബ്രഹാം ആണോ ഇതിനകത്തൊരു ഫൈനൽ ഇതേ പറയാ, അതോ ഷീലുവിന്റെ ആണോ ഇതിനകത്തൊരു? അല്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രം ഇരുന്നിട്ടല്ലല്ലോ ഒരിക്കലും ഒരു സിനിമ കാസ്റ്റ് ചെയ്യുന്നത്. അല്ല, പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും ഇരിക്കും. അതിൽ മെയിൻ കാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും ഇപ്പൊ ബിസിനസ് നോക്കും, അതിനകത്ത് വാല്യൂ ഉള്ള ആർട്ടിസ്റ്റ് വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കും. സ്റ്റിൽ ഞാൻ ഈ പറഞ്ഞ ഒരു സാധനം ഉണ്ടാവും, നമുക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള, നമ്മൾ പറഞ്ഞാല് നമ്മളെ റെസ്പെക്ട് ചെയ്യുന്ന, നമ്മൾ തിരിച്ചും റെസ്പെക്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം അവിടെ. അങ്ങനെയുള്ള ആളെ മാത്രമേ വെക്കുള്ളൂ, അതല്ലാത്തവരെ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പോകത്തു പോലും ഇല്ല. അപ്പൊ എന്തെങ്കിലും ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേറൊരു മോശമായിട്ട് ഏതെങ്കിലും ഒരു അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ പോകുന്നില്ലല്ലോ. നമ്മളിപ്പോ ഒരു സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇപ്പൊ ഒരു കോള് ചെയ്ത് അത് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ അടുത്തയിലേക്ക് പോവാണ്. പിന്നെ ഇപ്പൊ നമ്മൾ 3 സിനിമ ചെയ്ത് വെച്ചേക്കുന്നത് ഇതെല്ലാം ആ ഒരു ബന്ധമുണ്ട് അതിനകത്ത്. ഇപ്പൊ ഈ 3 സിനിമയിലുള്ള അഭിനയിച്ചിരിക്കുന്നവരെല്ലാമായിട്ട് നമ്മൾക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ അന്ന് തൊട്ട് ഇന്നും എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ഈ കോക്കസിലെ ഗ്രൂപ്പിസം എന്നൊക്കെ പറയുന്നത് ആരും ഉണ്ടാക്കുന്നൊന്നുമല്ല, ഓട്ടോമാറ്റിക്കലി അത് ആ ഒരു ഇത് സംഭവിക്കുന്നതാണ്. അല്ലാണ്ട് നമ്മൾ ഉണ്ടാക്കി എന്നാൽ നമ്മൾ ഇന്നൊരു കോക്കസ് അങ്ങ് ഉണ്ടാക്കി അങ്ങനെയല്ല. ആ കോക്കസിൽ നിൽക്കുന്ന കുറച്ച് പേരുണ്ടാവും. അപ്പൊ അവര് ചെയ്യുന്ന സിനിമയിൽ അവരൊക്കെ ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഞാൻ കൂടുതൽ അബാമിന്റെ സിനിമയിൽ മാത്രമേ ഉള്ളൂ, പുറത്തുള്ള സിനിമകളിൽ ഞാനില്ല. എന്തുകൊണ്ടാണ്? അതിന്റെ റീസൺ അതൊക്കെ തന്നെയാണ്. കാരണം എന്നെ അവർക്ക് വെക്കേണ്ട കാര്യമില്ല. അവർക്ക് ഞാൻ ചെയ്യേണ്ട ക്യാരക്ടർ അവർക്ക് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്ന, അല്ലെ അവർക്ക് നല്ലതെന്ന് തോന്നുന്ന, ജനങ്ങൾക്ക് നല്ലതെന്ന് ഞാൻ പറയില്ല, അവർക്ക് നല്ലതെന്ന് തോന്നുന്നവരെയായിരിക്കും അവര് കാസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ ചിലരെ വെക്കുന്ന കാര്യം പറയുമ്പോൾ ഞാൻ അല്ല വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? എനിക്ക് നല്ലതെന്ന് തോന്നുന്നില്ല. അപ്പൊ ഞാൻ ചിന്തിക്കും, എന്തിനാണ് നമ്മൾ പൈസ മുടക്കി ആളെ വെക്കുന്ന, എന്തിനാണ്? അന്ന് എനിക്ക് താല്പര്യമുള്ള ഒരാളെ വെക്കാം. ഇത് മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ ഞാൻ എല്ലാ മെയിൻ ക്യാരക്ടറിന്റെ കാര്യമല്ല പറയുന്നത്, ഓരോ ക്യാരക്ടേഴ്സിലും. അപ്പൊ ഇതെല്ലാം അങ്ങനെയാണ്, ജീവിതമേ അങ്ങനെയല്ലേ സംഭവിക്കണേ. ഇപ്പം സിനിമ അങ്ങനെയൊക്കെ തന്നെയാണ്. ശരി. ഇതിപ്പോ അല്ല എന്ന് ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ അയ്യോ അങ്ങനെയൊന്നും അല്ല കേട്ടോ, സിനിമയിലെല്ലാം ഭയങ്കര പ്രൊഫഷണലിസം ആണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അത് നുണയാവും. എനിക്ക് ഇവിടെ ഇരുന്ന് നുണ പറയാൻ താല്പര്യമില്ല. വളരെ സത്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അല്ലേ? എന്ന് പറഞ്ഞാൽ അപ്രിയ സത്യങ്ങൾ ഞാൻ വിളിച്ചു പറയാറില്ല. പക്ഷെ ഇതൊന്നും വലിയ അപ്രിയ സത്യമായിട്ടൊന്നും എനിക്ക് തോന്നില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ. അപ്പൊ എന്തെങ്കിലും നിങ്ങൾ ഇങ്ങനെ ആരെങ്കിലും ഇത് ഈ പറയുന്ന പോലെ നിങ്ങൾ കോൾ എടുത്ത് അപ്രോച്ചബിൾ ആണ് എന്ന് തോന്നി, ഇപ്പൊ ഒരുപാട് സിനിമ അബാം ചെയ്തിട്ടുണ്ടല്ലോ, ഏതെങ്കിലും ഒരാളായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അയ്യോ നമ്മുടെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി, ഇനി നമുക്ക് ഇദ്ദേഹത്തിനെ നമ്മുടെ സിനിമയിലേക്ക് വിളിക്കണ്ട, അങ്ങനെയും നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവട്ടെ? അത് നടന്മാരുടെ കേസിൽ അങ്ങനെ അധികം വന്നിട്ടില്ല. കാരണം എല്ലാ നടന്മാരും ഭയങ്കര എന്താ പറയാ നല്ലവരാണ്. പിന്നെ അവരുടെ ലെവല് മാറുന്നതിനനുസരിച്ച് ഞാനിപ്പോൾ പറയട്ടെ, ഇപ്പോൾ ഒരു ആളെ നമ്മൾ അഭിനയിപ്പിച്ച് ആ സിനിമ ഹിറ്റായി, അല്ലെ അവർ ചെയ്ത മറ്റൊരു പടം ഹിറ്റായി കഴിയുമ്പോൾ അവരുടെ ലെവല് മാറും. ഹ്യൂമൻ ടെൻഡൻസിയാണത്. നമ്മളപ്പോൾ കുറച്ചൊന്ന് മുകളിലേക്ക് പോകും. അപ്പൊ അവര് ശമ്പളം കൂട്ടും, അപ്രോച്ചബിൾ അല്ലാതായി മാറും, ഫോൺ എടുക്കാതാവും. ഇതെല്ലാം ഹ്യൂമൻ ടെൻഡൻസിയാണ്. അത് മാറാതെ അന്ന് തൊട്ട് ഇന്ന് വരെ ആരും നിൽക്കുന്നില്ല. എല്ലാവരും മാറും. മാറിയാലാണ് അവർക്ക് നിലനിൽപ്പുള്ളൂ. അപ്പം അങ്ങനെ ആവുന്നവരെ നമ്മളപ്പോൾ പിന്നെ നമ്മൾ അവരെ വെച്ച് ചെയ്യാൻ പറ്റില്ല. അവരുടെ പൈസ കൂടും. പൈസ കൂടി ഭയങ്കര പൈസയിൽ നമുക്ക് റെമ്യൂണറേഷൻ കൊടുത്തുകൊണ്ട് നമുക്കൊരു സിനിമ ചെയ്താൽ നമ്മൾ അവസാനം കുത്തുവാള എടുത്തു പോകും. മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് നമ്മൾ അപ്രോച്ച് ചെയ്യാറില്ല. പക്ഷെ ഡയറക്ടേഴ്സ് വന്നിട്ട് ചിലരുടെ പടങ്ങൾ ചിലപ്പോൾ നമ്മൾ ഒന്ന് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമുക്കത് അവരുമായിട്ട് മാച്ച് ആവാണ്ട് വരാറുണ്ട്. പിന്നെ നമ്മളപ്പോൾ ആ ഡയറക്ടറുടെ പടം നമ്മൾ പിന്നെ വരുമ്പം അത് ഡയറക്ടർ നല്ലതായിട്ടല്ല, നല്ലതാവാഞ്ഞിട്ടല്ല, നമുക്ക് മാച്ച് ആവുന്നില്ല അവരുടെ ആ ഒരു രീതികൾ. ഇനി സിനിമയില് നമ്മുടെ മമ്മൂക്കയുടെ കൂടെ ഒന്ന് രണ്ട് സിനിമ അഭിനയിച്ചിട്ടുണ്ട്, 3 അല്ലേ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ജയറാമേട്ടന്റെ കൂടെ ഒരു സിനിമയിലുണ്ട്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു എക്സ്പീരിയൻസ് അതെങ്ങനെയായിരുന്നു? അവരുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് ഭയങ്കര, ഞാൻ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കണം ആദ്യം മംഗ്ലീഷ് എന്ന് പറഞ്ഞ സിനിമയാണ്. അന്ന് എൻ്റെ 3ാമത്തെ സിനിമയായിരുന്നു, തുടക്കമാണ്. ഭയങ്കര പേടിയായിരുന്നു അന്ന് എനിക്ക്. മമ്മൂക്ക ഇങ്ങനെ ഒരു രാജാവിനെ പോലെ വരുന്നത്, സെറ്റിലേക്ക് വരുന്നു. അപ്പം ഭയങ്കര സുന്ദരനാണല്ലോ. അപ്പൊ ഇങ്ങനെ മമ്മൂക്കയ്ക്ക് അല്ലാതെ തന്നെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, പേഴ്സണലി ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ മമ്മൂക്കയെ കാണുമ്പോഴത്തേനും എല്ലാവരും സ്റ്റാൻഡപ്പ് സിറ്റ് ഇതായിരുന്നു പരിപാടി. അത് മമ്മൂക്ക കയറി മുറിയിലേക്ക് പോവും, ഒരു 10 പ്രാവശ്യം ഇറങ്ങി വരുമല്ലോ അദ്ദേഹം.
ആ 10 പ്രാവശ്യം ഇറങ്ങുമ്പോഴും അവിടെ ഇരിക്കണവർ എഴുന്നേക്കും ഇരിക്കും. ഓക്കെ. അപ്പൊ ഞാനും അവിടെ ഇരിപ്പുണ്ട്. ഞാനൊരു 5 പ്രാവശ്യം എഴുന്നേറ്റു. പിന്നെ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ പിന്നെ വിചാരിച്ചു ഇനി എഴുന്നേക്കുന്നില്ല. ഇരുന്നു. ഞാൻ അവിടെ ഇരുന്ന്. ഇതാണ് സംഭവം ശരിക്കും. ഓക്കെ. അപ്പം ഇതെല്ലാം എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂക്കേനെ അടുത്ത് അറിയാത്തതിന്റെ ഒരു കുഴപ്പം കൂടെ ഉണ്ട്. മമ്മൂക്ക ആരോടും എഴുന്നേറ്റിരിക്കാനൊന്നും പറയാറില്ല. പബ്ലിക്ക് തന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഓരോ മനുഷ്യരെ കാണുമ്പം ഓരോരുത്തർക്ക് തോന്നുന്ന ഒരു വൈബാണത്. തന്നെ അങ്ങ് എഴുന്നേക്കുവാണ്. പക്ഷെ മമ്മൂക്ക അവിടെ എഴുന്നേറ്റില്ലെങ്കിലും മമ്മൂക്ക ആരോടും ഒന്നും പറയുകയില്ല, എഴുന്നേക്കണം എന്നും പറയാറില്ല. മമ്മൂക്ക പക്ഷെ ഇനി എഴുന്നേക്കണ്ടെന്നും പറഞ്ഞില്ല കേട്ടോ. മമ്മൂക്ക ശ്രദ്ധിക്കണില്ല. കുറെ പേര് ഇരിക്കണു എഴുന്നേക്കുന്നു. അങ്ങനെ അപ്പം മമ്മൂക്കയൊക്കെ സത്യത്തിൽ ഒരു സാധാരണ ഹ്യൂമൻ ബീയിങ് ആണ്. പിന്നീട് പരിചയപ്പെട്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഒരിക്കലും ഒരു നടൻ്റെതായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അദ്ദേഹത്തിൽ ഉള്ളതാണ്. അത് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതാണ് ഭയങ്കര ഒരു ഇതാണെന്നൊക്കെ. പക്ഷെ അദ്ദേഹം ഭയങ്കര സിമ്പിളാണ്. എനിക്ക് എൻ്റെ മോൻ്റെ ആദ്യ കുർബാനയ്ക്ക് ഞാൻ വിളിച്ചത് മമ്മൂക്കേനെ. മമ്മൂക്കയോട് ഞാൻ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളൂ. എൻ്റെ മോന് ഇക്ക വരണം എന്ന് പറഞ്ഞു. അത് എൻ്റെ മോൻ്റെ ആഗ്രഹമാണ്, ഇക്ക വരണം. അതേ പറഞ്ഞു ഞാൻ ഉറപ്പ് തരുന്നു. ആ ഒരു കാര്യമല്ലാണ്ട് ഞാൻ ഇക്കയോട് ചോദിച്ചിട്ടില്ല. ഇക്ക അന്ന് പ്രീസ്റ്റ് എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പം 6 മണിക്ക് ഷൂട്ട് നിർത്തി വെച്ചിട്ട് അദ്ദേഹം വന്നു. അപ്പൊ ആ ഒരു നന്ദി ഓർമ്മയും എനിക്ക് എന്നും ഞാൻ മരിക്കുള്ളതുകൊണ്ടാണ്. അത്രയ്ക്ക് നല്ലൊരു മനസ്സിന്റെ ഉടമയാണ്. അല്ലാതെ നമ്മൾ വിചാരിക്കണ പോലുള്ള നമ്മളെന്നല്ല, ആൾക്കാർ വിചാരിക്കും അദ്ദേഹത്തിന് ജാടയാണ്. അങ്ങനെ ജയറാമേട്ടനാണേലും ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരുപാട് ചിരിപ്പിക്കുകയും അല്ലേ. ജയറാമേട്ടൻ സെറ്റിൽ ഒരുപാട് മിമിക്രികൾ കാണിക്കും, ഇങ്ങനെ ചിരിപ്പിച്ചോണ്ടേയിരിക്കും. ഞാൻ 2 സിനിമയില് ഹീറോയിനാണ്, ആടുപുലിയാട്ടം, പട്ടാഭിരാമൻ. അതെ. ഓക്കെ. അപ്പൊ അങ്ങനെ കൊറേ തമാശകൾ. അതെ നല്ല ആളാണ്. ഇനി നമ്മള് ഷിലു അടുത്ത ഒരു സെഗ്മെന്റിലേക്ക് പോവാണ്. ഈ 8 ചോദ്യങ്ങളാണ് ഈ സെഗ്മെന്റിലുള്ളത്. 8 ചോദ്യം ചോദിക്കുന്ന വഴി പെട്ടെന്ന് ഉത്തരം പറയാം. 8നും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഷീലു ഇബ്രഹാമിന് മൈൽ സ്റ്റോൺ വക ഒരു ഗിഫ്റ്റ് അങ്ങോട്ട് തരും. ഉത്തരവെങ്ങാനും തെറ്റിയാൽ ഷീലു ഇബ്രഹാം അബ്ബം പ്രൊഡക്ഷൻസ് മൈൽ സ്റ്റോണിന് ഒരു ഗിഫ്റ്റ് തരണം, അല്ലെങ്കിൽ എനിക്കെങ്കിലും ഒരു ഗിഫ്റ്റ് തരണം. ഓക്കെ. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. മൈൽ സ്റ്റോൺ സ്റ്റാർ ക്വിസ് 2024 8 ചോദ്യങ്ങളായിട്ട് ഞാൻ ദാ വരുന്നു. 2013 പുറത്തിറങ്ങിയ വീപ്പിംഗ് ബോയ് എന്ന ചിത്രത്തിൽ ഷീലു അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരെന്ത്? ഡോക്ടർ റോസ്. എല്ലാം ഓർത്തു വെച്ചിരിക്കുകയാണോ? അപ്പൊ കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇതിലെ എല്ലാ സിനിമയിലും കഥാപാത്രത്തിന്റെ പേര് ചോദിച്ചാൽ അറിയാൻ പറ്റുമോ? മിക്കത് ഇപ്പൊ നിങ്ങൾ പെട്ടെന്ന് ചോദിച്ചാൽ ഞാൻ തപ്പുമായിരിക്കും, പക്ഷെ അത് ഓർക്കുന്നു. എന്നാലും ഒന്ന് ആലോചിച്ചാൽ പിടികിട്ടും അല്ലേ? പിടികിട്ടും. ഓ, അത് നല്ലൊരു കാര്യം തന്നെ കേട്ടോ. ഓക്കെ. ഏഷ്യാനെറ്റിൽ പ്രക്ഷേപണം ചെയ്ത ഒരു ഫെസ്റ്റിവൽ പ്രോഗ്രാമിന്റെ അവതാരകയായിട്ടുണ്ട് ഷീലു. ആ പരിപാടിയുടെ പേരെന്ത്? ചെയ്തിട്ടില്ലല്ലോ. ഒരു ഫെസ്റ്റിവൽ പ്രോഗ്രാമാ, ഏതോ ഒരു ഫെസ്റ്റിവലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം, അല്ലാതെ അങ്ങനെ ഒരു വലിയൊരു ഷോ പോലൊന്നും അല്ല. ജസ്റ്റ് ആ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഏഷ്യാനെറ്റിന് വേണ്ടി ചെയ്ത പ്രോഗ്രാം ഏതാന്ന് ആലോചിച്ച് നോക്ക്. കുക്കറിയാണ്. കുക്കറി ഷോ, ഓണം കുക്കറി. അപ്പൊ അതിന്റെ പേരെന്താ? ഓണപ്പൂക്കളം അങ്ങനെ എന്തോ. അതൊരു ഷോ അല്ല അത്. പിന്നെ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ അവിടെ ഗസ്റ്റ് ആയിട്ട് പോയിട്ടുള്ളൂ. ആണോ? ഗസ്റ്റ് ആയിരുന്നോ? ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ തെറ്റാണ്. അല്ല, അപ്പൊ തിരിച്ചെനിക്ക് അല്ല, ഞങ്ങൾക്ക് എന്തു ആവാം ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക്, തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ആങ്കർ ചെയ്തിട്ടുണ്ടോന്നാണ് ആങ്കർ ചെയ്തോന്നാണ് നമ്മൾ അറിഞ്ഞത്. ഇല്ല, ചെയ്തിട്ടില്ല. ആ ഒരു ഷോയില് ഗസ്റ്റ് ആയിട്ട് പോയിരുന്ന പോലും കുക്ക് ചെയ്തത് അന്ന് ഷീലുവായിരുന്നു. അന്ന് ആ ഒരു ഷോയ്ക്ക് ഒരു പെർട്ടിക്കുലർ പേരുണ്ടാവുമല്ലോ. ആ പേരെന്താ? അത്തമ്പത്തോണം അല്ലെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അങ്ങനെയൊന്നും അല്ല പേര്. പിന്നെന്താണ്? ഓണരുചിമേളം. കണ്ടോ? അപ്പൊ ഉത്തരം തെറ്റി. കറക്റ്റ് ആണ്. അല്ലേ? അന്ന് എന്താ പോയി ഉണ്ടാക്കിയേ? അന്ന് ഉണ്ടാക്കിയത് ബ്രെഡ് പായസം അങ്ങനെ എന്തോ ഒരു സാധനം. അപ്പൊ ഈ മടിച്ചായിട്ടുള്ള ഷീല് പോയിട്ട് സ്വന്തമായിട്ടുള്ള അടുക്കളയിൽ എന്തെങ്കിലും കുക്ക് ചെയ്യാറുണ്ടോ? ഞാൻ ഉണ്ടാക്കാറുണ്ട് ഭക്ഷണം വല്ലപ്പോഴും. അല്ല, അയ്യോ അല്ല കേട്ടോ. ഞാന് വീട്ടില് അങ്ങനെ വിചാരിക്കല്ലേ, ഞാൻ ഒരു സാധാരണ സ്ത്രീയാണ്. എല്ലാ സാധനവും ഉണ്ടാക്കാനും എല്ലാം ഞാൻ കൂടാറുണ്ട്. മടിയുണ്ടെങ്കിൽ നമുക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ. മക്കളുണ്ട്, പിന്നെ ഹെൽപ്പിന് ആളുണ്ട്. അത് എപ്പോഴും ഉണ്ടാവില്ല. ഇപ്പൊ ഒരു കുട്ടി ഉണ്ടായിരുന്ന ഇപ്പൊ ഇല്ല. അപ്പോൾ ചെയ്തേ പറ്റൂ. അത് ഇഷ്ടമില്ല, പക്ഷെ സാഹചര്യങ്ങളുടെ നിർബന്ധ പ്രകാരം എനിക്ക് കുക്കിംഗ് ഇഷ്ടമില്ല. ആക്ച്വലി ഇഷ്ടമല്ല. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നതിനൊക്കെ ടേസ്റ്റ് ഉണ്ട്. അത് ഈ മടിയുള്ള ഒരു കുക്ക് ചെയ്യുന്നവര്, അങ്ങനെയുള്ള ഒരു കുക്ക് ചെയ്ത് ഭയങ്കര ടേസ്റ്റ്. ഞാൻ ഉണ്ടാക്കണതിനൊക്കെ ടേസ്റ്റ് ഉണ്ടെന്ന് എപ്പോഴും പറയാറുണ്ട്. കഴിക്കുന്നവരൊക്കെ പറയാറുണ്ട്. ആണല്ലേ? പക്ഷെ മടിയാണ്. ഓക്കെ. അടുത്ത ചോദ്യം. ഷീലു എബ്രഹാം എന്ന ഷീലു ഡോക്ടർ ഷീല എബ്രഹാം ആയി അഭിനയിച്ച ഒരു സിനിമ? ശുഭരാത്രി. എല്ലാത്തിനും സിനിമയായിട്ട് ചോദിച്ചാൽ ഇമ്മീഡിയറ്റ് ആൻസർ ഉണ്ടാവും. ഷീലുവിന് പിറന്നാൾ സമ്മാനമായി മിനി കൂപ്പർ നൽകിയത് ആര്?
അതെന്റെ ഭർത്താവ് വേറെ ആര് ആരെങ്കിലും തരാനാ? തരുവോ? അതാ പറഞ്ഞ വേറെ ആര് തരാനാ? അതെ. ഭർത്താവിന്റെ അടുത്ത് ഇത്ര നാളായിട്ട് ചോദിച്ചിട്ട് കിട്ടാത്തൊരു ഗിഫ്റ്റ് ഉണ്ടോ? ഒരിക്കലും ഇല്ല. ചോദിച്ച പുള്ളി പെട്ടെന്ന് ഗിഫ്റ്റ്. ചോദിക്കാത്ത കുഴപ്പം എന്തും തരും. ഓ, എന്ത് നല്ല ഭർത്താവ്. ആ ഒരു കാര്യത്തില് പുള്ളി ഇങ്ങോട്ട് തരുന്ന ഞാൻ വേണ്ടാന്ന് പറയാറാ പതിവ്. ആഹാ. എനിക്ക് ഞാൻ അങ്ങനെ ഒരു ഭയങ്കര ഗിഫ്റ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളോ ഓക്കെ. അങ്ങനെ ഒന്നും അല്ല കേട്ടോ. Okay. ഞാൻ ഭയങ്കര സിമ്പിൾ ആണ്. ശരി, അടുത്ത ചോദ്യം. ഷീലു അഭിനയിച്ച ബൈലിംഗ്വൽ ചിത്രം 2 ഭാഷയിലെ റിലീസായിരുന്നു. സോളോ. യെസ്. ബാഡ് ബോയ്സ് എന്ന പുതിയ ചിത്രം ഷൂട്ട് ചെയ്ത വില്ലേജിന്റെ പേര്. വില്ലേജോ? എഴുപുന്ന. അറിയാം. പ്രൊഡ്യൂസർക്ക് പിന്നെ അത് അറിയാതെ വരില്ലല്ലോ അല്ലേ? ഷീലു ഇബ്രാഹിമിന്റെ ഇൻസ്റ്റാഗ്രാമിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട്? ഒരു 4,77,000. അതൊന്ന് ചെക്ക് ചെയ്യാമോ? കറക്റ്റ് ആണോ നോക്കട്ടെ. കറക്റ്റ് ആണ്. ആണോ? ഇന്ന് രാവിലെ ചെക്ക് ചെയ്തിട്ടുണ്ടാവും. കറക്റ്റ് ആണ് അല്ലേ? അല്ല, അത് എപ്പോഴും തുറന്നു നോക്കുന്നതാണല്ലോ. അപ്പൊ സോഷ്യൽ മീഡിയ 4,77,000. കണ്ടോ? കറക്റ്റ് ആണ്. ഇന്ന് രാവിലെയും കൂടെ നോക്കിയതാ. പിന്നെയാണോ തെറ്റുന്നതെന്ന്? ഓക്കെ. ഷീലു ഇബ്രാഹിമിന്റെ ആദ്യ നിർമ്മാണ സംരംഭം. വീപ്പിംഗ് ബോയ്. ഫസ്റ്റ് മൂവി. അതും കറക്റ്റ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്വിസിലെല്ലാം വളരെ കറക്റ്റ് ആയിട്ട് ആൻസർ അല്ല, ഒരെണ്ണത്തിലേ ഒന്ന് തപ്പി എന്നുള്ളതേ ഉള്ളൂ. അപ്പം അങ്ങോട്ട് ഗിഫ്റ്റ് കൊടുക്കണം, വേണ്ട, ഇങ്ങോട്ട് ഗിഫ്റ്റ് വാങ്ങിക്കണം. അവിടെ തപ്പിയത് കൊണ്ടല്ലേ? അപ്പൊ ഇങ്ങോട്ടാണ് ഗിഫ്റ്റ്. അതൊരു ക്വസ്റ്റിനെ റെഡി ശരിയല്ലായിരുന്നു, പിന്നെ നിങ്ങൾ ഒപ്പിച്ചതാണ്. എന്തൊക്കെ ഇരുന്നാലും നമ്മളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണമല്ലോ. പോവാം. അപ്പൊ നമുക്ക് അപ്പാമിന്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് വാങ്ങിയിട്ട് വേണം ഇന്ന് ഇവിടെ നിന്ന് പോവാനായിട്ട്. തീർച്ചയായിട്ടും. ഓക്കെ. ഇനി വരാൻ പോകുന്ന പ്രൊജക്ട്സും കാര്യങ്ങളും. ഇനിയിപ്പോ 3 സിനിമ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇപ്പം ഈ പാൻ ഇന്ത്യൻ മൂവിയുടെ ഒരു തരംഗമാണ്. നിങ്ങളെപ്പോലെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനി ഇപ്പം ബാക്ക് ടു ബാക്ക് മൂവീസ് ചെയ്യാൻ നിങ്ങൾ ഇതാണ്. അതിൽ തന്നെ നിങ്ങൾ ഫസ്റ്റ് ചെയ്ത മൂവി ശരിക്കും അന്ന് ഫിനാൻഷ്യലി ഭയങ്കര അധികം അത് അന്ന് ഫ്ലോപ്പ് ആയ ഒരു മൂവി തന്നെയായിരുന്നു. പക്ഷെ സാധാരണ ആരാണെങ്കിലും ഒരു തുടക്കക്കാരെന്നുള്ള രീതിയിൽ ഇത്രയും പൈസ ഇറക്കി ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റിൽ തന്നെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വരുമ്പം പിന്നെ അതിനകത്തേക്ക് ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ ഒരു അവസ്ഥയാണ് അല്ലേ? പക്ഷെ അവിടെ നിന്നും എബ്രഹാമിനായിക്കോട്ടെ സഹധർമ്മിണിക്കായിക്കോട്ടെ തിരിച്ച് വീണ്ടും സിനിമയിലേക്ക് പോയ പൈസ നമ്മൾ അവിടുന്ന് തന്നെ നേടും എന്നുള്ളൊരു വാശിയോടെ നിങ്ങൾ ബാക്ക് ടു ബാക്ക് ഒരുപാട് മൂവീസ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നു അതിന്റെ പിന്നിലുള്ള ആ ഒരു രഹസ്യം? അത് തന്നെയാണ്, പൈസ തിരിച്ചു പിടിക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയായിരുന്നു. അങ്ങനെ തോറ്റിട്ട് പോകാൻ വന്നവനല്ല. അതെന്ന് വെച്ചാൽ 1.5 കോടിയാണ് ഒറ്റയടിക്ക് പോയത്. അപ്പൊ അത് അന്നത്തെ കാലത്ത് 1.5 കോടി എന്ന് പറഞ്ഞാൽ വലുതാണ്. എത്ര ഇയേഴ്സിന് മുന്നേ ആയിരുന്നു അത് 1.5 കോടി ആയുള്ളൂ പ്രോജക്റ്റിന്. പക്ഷെ ആ 1.5 കോടി നമുക്ക് പോയി. അന്ന് 1.5 കോടി എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് ആണ്. അതെ. അപ്പൊ അത് പോയി കഴിഞ്ഞപ്പോ പിന്നെ അത് തിരിച്ചു പിടിക്കണമെങ്കിൽ പിന്നെ വേറെ ഒരു ബിസിനസ്സിൽ നിന്നൊന്നും പെട്ടെന്ന് 1.5 കോടി കിട്ടില്ല. ലാഭം വന്നാൽ പെട്ടെന്ന് പൈസ വരാൻ പറ്റുന്ന ഒരു സാധനം സിനിമ തന്നെയാണ്. അങ്ങനെയാണ് നമ്മൾ ഷീ ടാക്സി എന്ന് പറഞ്ഞ പടം ചെയ്യുന്നത്. പക്ഷെ അതും നമ്മൾക്ക് ഒരു നഷ്ടം തന്നെയായിരുന്നു. സിനിമ വിജയമായിരുന്നു, പക്ഷെ അതിന്റെ ബഡ്ജറ്റ് കൂടിപ്പോയി. പിന്നെ 2.5 കോടിയിൽ തുടങ്ങിയ സിനിമ 4 കോടിയിലാണ് നിന്നത്. ഷീ ടാക്സിക്ക് അത്രയോ? അതെ. ആ സിനിമ കാണുമ്പോൾ നമുക്ക് അത്രയും അത് കുറെ സ്ഥലങ്ങളിൽ കൂർഗിലൊക്കെ പോയി ഒരുപാട് ദിവസങ്ങൾ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് നീണ്ടുപോയി. അങ്ങനെ തീർക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു. പക്ഷെ അത് എന്താന്ന് വെച്ചാൽ നമ്മള് തുടക്കക്കാരായിരുന്നല്ലോ നമ്മള് ആസ് എ പ്രൊഡ്യൂസർ. അപ്പൊ ഈ തുടക്കത്തിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരുപാട് പ്രൊഡ്യൂസേഴ്സിന് പറ്റുന്നതാണ്, സിനിമയെ പറ്റി വലിയ ധാരണയില്ല. അപ്പം പൈസ പോകാൻ പറ്റുന്ന ഒരു ഭയങ്കര പോക്കറ്റ് ചോർന്നു പോകുന്നത് നമ്മൾ അറിയുന്നില്ല. അത് പിന്നെ നമ്മൾ അത് എക്സ്പീരിയൻസ്ഡ് ആയി കഴിയുമ്പോഴാണ് നമുക്ക് ഇതെല്ലാം മനസ്സിലാവുന്നതും. പിന്നെ നമ്മൾ പിടിക്കും. പിന്നെ നമ്മൾ ഈച്ച് ആൻഡ് എവരിത്തിങ് ചെക്ക് ചെയ്യും. നമുക്ക് ഒരു സാധനം ഇന്ന സ്ഥലത്ത് ഷൂട്ട് വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കും. അങ്ങോട്ട് പോകണ്ട, ഇവിടെ വെച്ച് ചെയ്താൽ മതി, അതിനുള്ളത് മതി, അങ്ങനെ പറയാൻ തുടങ്ങി നമ്മൾ. അതുവരെ നമ്മൾ എന്താണ് ഡയറക്ടേഴ്സ് പറയുന്നത് കേട്ടുകൊണ്ട് അവര് പറയുന്ന എമൗണ്ട് അങ്ങ് കൊടുത്തോണ്ടിരിക്കും. അപ്പൊ പിന്നെ നമ്മൾ അതാണ് പറഞ്ഞത്, എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൽ നിൽക്കാൻ പറ്റും. ഈ ഒരു അബാം എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കമ്പനിയിൽ വളരെ കണ്ണിങ് ആയിട്ട് അല്ലെങ്കിൽ ഷാർപ്പായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് എബ്രഹാമിനാണോ ഷീലുവിനാണോ? രണ്ടുപേർക്കും ഉണ്ട്. ആണ്. തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. ഇപ്പൊ പുള്ളി ചെയ്യുന്ന ചില കാര്യങ്ങളിൽ വീക്കാണ്, ചില കാര്യങ്ങളിൽ ഞാൻ സ്മാർട്ടാണ്, ചിലതിൽ പുള്ളി സ്മാർട്ടാണ്. അത് ബാലൻസ് ചെയ്യും. ഇപ്പൊ പുള്ളി പറയുന്നത് തന്നെ അപ്പോഴേ പറയില്ലല്ലോ അത് വേണ്ടട്ടോ, അത് ഇപ്പൊ എസ്പെഷ്യലി ഇപ്പം ഒരു കാസ്റ്റിങ്ങിന്റെ കാര്യത്തിലായിരിക്കും, അതല്ലെങ്കിൽ ഇപ്പം മറ്റേ മണി റിലേറ്റഡ് ലൊക്കേഷന്റെ കാര്യത്തിലായിരിക്കും. അതൊക്കെ ഞാൻ തന്നെയാണ് പറയുന്നത്. അദ്ദേഹം അതിന്റെ ഒരു ടോട്ടൽ ഫിനാൻസ് ഉണ്ട്, അതാണ് പുള്ളി ഹാൻഡിൽ ചെയ്യുന്നത്. അതെ.